കോഴിക്കോട് കൊമ്മേരിയിൽ മഞ്ഞപ്പിത്ത വ്യാപനം 25 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഒരാളുടെ ആരോഗ്യനില ഗുരുതരമാണ്. കുടിവെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കൂടുതലാണ് എന്നാണ് കണ്ടെത്തൽ. മിഥില ബാലൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ കൊമ്മേരിയിലാണ് മഞ്ഞപ്പിത്തം പടർന്നുപിടിക്കുന്നത്. നിലവിൽ 25ലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയിൽ അധികമായി ഇത്തരത്തിൽ രോഗം ഇവിടെ സ്ഥിരീകരിക്കുന്നു. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, കുടിവെള്ള പദ്ധതിയുണ്ട്. ആ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്കിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് സംശയിക്കുന്നത്. ആ വാട്ടർ ടാങ്കിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം വളരെ കൂടുതലാണെന്ന് കോർപ്പറേഷൻ നടത്തിയൊരു പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. എനിക്കൊപ്പം ഈ പ്രദേശത്തുള്ള ആളുകളുണ്ട്. ഇതിൽ ഒരാൾക്ക് രോഗം വന്നിപ്പോൾ ഭേദമായതാണ്. എപ്പോഴായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്? ഒരാഴ്ച മുമ്പാണ് എനിക്ക് ഇത് പറഞ്ഞത് ഉണ്ടെന്നുള്ളത്, മഞ്ഞപ്പിത്തം ഉണ്ടെന്നുള്ളത്. അപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെസ്റ്റ് ചെയ്തതിൽ അത് കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാട്ടർ ടാങ്കിൽ വെള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചെന്നൊരു സംശയമാണുള്ളത്. അത് ശുചീകരിക്കാറില്ലേ? ഇപ്പോൾ ഒരു പറയണം ചെയ്ത് 4 കൊല്ലത്തിനും മേലെ വൃത്തിയാക്കിയിരുന്നു, ടാങ്ക് വൃത്തിയാക്കിയിരുന്നു. പിന്നെ 2 കിണറിനതിലേക്ക് വെള്ളം വരുന്നത്. ഈ 2 കിണറിനും വൃത്തിയാക്കിയിട്ട് കാട് കൂടി കിടക്കുക. അപ്പോൾ ആദ്യം അതിൻ്റെ മോട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഓപ്പറേറ്റ് ചെയ്യണേ. ഇപ്പം ഇതാണ് റിമോട്ടിലാണ്. അപ്പോൾ അവിടെ പോലും ഇല്ല. അവർ കൃത്യമായി ശുചീകരണം നടക്കുന്നില്ല, തീരെ നടക്കില്ല. അങ്ങ് പോയി നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുന്ന ചാവിയാണോ, ഒരു ഗേറ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ മനോജ് പറഞ്ഞാൽ അവിടുത്തെ ചാവി ഉള്ളത്. ചാവി തുറന്നിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാം. ഇതാണ് കൃത്യമായ ഒരു ശുചീകരണം നടക്കുന്നില്ല എന്ന ഒരു പരാതിയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പങ്കുവെക്കുന്നത്. നിലവിൽ 25ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. രോഗം കരളിനെ ബാധിച്ചിട്ടുണ്ട്. ഈ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഇന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി കോർപ്പറേഷൻ അടിയന്തര യോഗവും വിളിച്ചിട്ടുണ്ട്. കൊമേരിയിൽ നിന്ന് മുനീഫിനൊപ്പം മിഥില ബാലൻ, 24.